നമ്മൾ കാത്തിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനി ഒട്ടും സമയം കളയാനില്ല. LDC ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ തന്നെ ജോലി നേടുക എന്നുള്ളത് പലരുടെയും ഒരു വലിയ സ്വപ്നമായിരിക്കും. ആ സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും വലിയ അവസരമായി ഈ വിജ്ഞാപനത്തെ നമുക്ക് പരിഗണിക്കാം. പരീക്ഷയിലെ ഏറ്റവും നിർണായക ഘടകം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ, ക്ഷേത്രോപജീവിതമായത്, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ചുവർച്ചിത്രകലകൾ, കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിത്തുകൾ, ഐതിഹ്യങ്ങൾ, സംസ്കാര ഭേദങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ സാഹിത്യം, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പലപ്പോഴും ഈ പഠനത്തെ വിരസമാക്കി തീർക്കുന്ന അധ്യായങ്ങളെ ഏറ്റവും രസകരമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനുണ്ടാകും. ഈ പാഠഭാഗങ്ങളെ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും രസകരമായിട്ടും ഒരു കാരണവശാലും മറന്നുപോകാൻ ഇടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. മുൻകാല പരീക്ഷകളിൽ നമ്മൾ തുടർന്നു പോന്നിട്ടുള്ളതും മികച്ച റിസൾട്ട് നേടാനായിട്ട് സഹായകമായിട്ടുള്ളതും അതുതന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും 2 വാക്ക് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പരീക്ഷയിൽ ഇംഗ്ലീഷ്, കണക്ക്, GK തുടങ്ങിയ വിഭാഗങ്ങളും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്. മാർക്ക് നേടുന്നതിൽ നിർണായകമായ പങ്ക് ഇവയും വഹിക്കുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയത്തെ ഏറ്റവും രസകരമായി നിങ്ങളിലേക്ക് എത്തിക്കുക, അത് ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് ട്രിക്കുകളും ടിപ്സുകളും ഉൾപ്പെടുത്തുക, ഇതൊക്കെ എൻട്രി തുടർന്നു പോരുന്ന റാങ്കിനെ നിർണയിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ഇത് തന്നെയായിരിക്കും എൻട്രി ഈ പരീക്ഷയിലും അനുവർത്തിക്കുക. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തസ്തികകൾ 1ഉം 2ഉമല്ല, നിരവധിയാണ്. ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ ഒരുക്കി തന്നിട്ടുള്ളത്. അതായത് LDC, വർക്ക് സൂപ്രണ്ട്, ലൈൻമാൻ, അസിസ്റ്റന്റ് ലൈൻമാൻ, കൗബോയ്, റൂം ബോയ് തുടങ്ങി നിരവധി തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായി പഠിച്ചവർക്കും ഇതൊരു സുവർണ അവസരമാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് നിലവിൽ 439 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പരീക്ഷയിലെ നിർണായക ഭാഗമായ സ്പെഷ്യൽ ടോപ്പിക്കുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം. ഇനി കളയാൻ സമയം ഒട്ടും ബാക്കിയില്ല. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം, ഉയർന്ന റാങ്കിന് ഉടമയാകാം. ജോയിൻ എൻട്രി.